ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഹോൾ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ HCBCയുടെ ഓൺലൈൻ ഷോപ്പിൽ നിന്ന് കുറച്ച് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ലാഭമുണ്ട് കേട്ടോ. ഇപ്പം 80% ആണ് ഡിസ്കൗണ്ട് ഉള്ളത്. അപ്പോൾ അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. നല്ല അടിപൊളിയായിട്ടുള്ള കുറേ പ്രോഡക്റ്റ്സ് ഉണ്ട്. ഞാനിപ്പോൾ ഇത്രയും ലാഭമായതുകൊണ്ട് തന്നെ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് മാത്രമല്ല കേട്ടോ, വേറെയും കുറേ പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ 2-3 പ്രോഡക്റ്റ്സ് കൂടെ വാങ്ങിച്ചിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടൊന്ന് അങ്ങനെ നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് പേപ്പർ ലാൻഡേൺ ആണ്. സർക്കിൾ ഷേപ്പിലുള്ള പേപ്പർ ലാൻഡേൺ ആണ്. നമ്മൾ ലാൻഡേൺ കണ്ടിട്ടില്ലേ പല ടൈപ്പിലുള്ള? അപ്പോൾ അതുപോലുള്ളതാണ്. ഇത് അലൂമിനിയത്തിൻ്റെ ഒരു കോയിലൊക്കെ ചുറ്റിയിട്ട് അതിൻ്റെ മേലെ പേപ്പറിൻ്റെ ഒരു കളർ പേപ്പറൊക്കെ അങ്ങനെ ഒട്ടിച്ചിട്ടുള്ള ടൈപ്പാണ്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ലാൻഡേൺ ആണ് കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്ന് കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ ഒരു പേപ്പറിലുണ്ട്. ഇത് 2 പീസായിട്ടുണ്ടാവും. അതായത് ഇതുപോലെ ഈ പേപ്പർ ചുറ്റിയിട്ടുള്ള ആ ഒരു കോയിലിൻ്റെ ഒരു റൗണ്ട് ഷേപ്പും പിന്നെ അത് ഇതുപോലെ ഒരു കമ്പി ഉണ്ടാവും. അപ്പോൾ അത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. നമുക്ക് പിന്നെ ബൾബ് ഇങ്ങനെ നിൽക്കുന്ന ആ ഭാഗത്ത് വെച്ച് കൊടുത്താൽ നല്ല ലൈറ്റൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയാണ് അതിലൂടെ കാണുന്ന സമയത്ത്. അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ ഒരു പിസ്ത ഗ്രീൻ എൻ്റെ കയ്യിലുണ്ട്, ഞാനത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിൽ കണ്ട സമയത്തൊന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം ഞാൻ ഒരു യെല്ലോ കളറും പിങ്ക് കളറായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ യെല്ലോ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ 2 പിങ്ക് ഓർഡർ ചെയ്തു. അപ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ നമുക്കത് മാറ്റാനൊക്കെ പറ്റും കേട്ടോ. പെട്ടെന്ന് ജസ്റ്റ് ആ കമ്പി ഒന്നിങ്ങനെ അഴിച്ചെടുത്താൽ നമുക്കത് മാറ്റിയെടുക്കാനും ഒക്കെ പറ്റും. ഈ ഒരു പേപ്പർ ലാൻഡേണിന് റേറ്റ് വന്നിട്ട് 28 റുപ്പീസാണുള്ള 80% ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട്. അപ്പോൾ നല്ല ലാഭമാണ് ആ ഒരു റേറ്റിനൊക്കെ. ഞാൻ മുമ്പ് ഒരു പിസ്ത ഗ്രീൻ വാങ്ങിച്ച് നല്ല റേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഡെക്കോ പേജ് നാപ്കിനാണ്. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടൊരു പ്രത്യേക ഒരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ സീസണൽ ഗാർഡൻ എന്നാണ് ഈ ഒരു ഡിസൈൻ്റെ പേര്. അപ്പോൾ ഇതൊരു നമ്മൾ ഈ വാട്ടർ കളറൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അത് വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു ഡിസൈന് പോലെയുണ്ട്. അപ്പോൾ ഇത് 13x13 ഇഞ്ചാണ് അതിൻ്റെ ഒരു സൈസ്. പിന്നെ അതുപോലെ 3 ലെയർ ആയിട്ടുള്ള ടിഷ്യൂ ആണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം മേലെ നല്ല ഡിസൈൻ ആയിട്ടുള്ളത്, പിന്നെ അതിൻ്റെ അകത്ത് 2 ലെയർ ആയിട്ടുള്ള വൈറ്റ് കളർ ടിഷ്യൂ. അപ്പോൾ അങ്ങനെയുള്ള ഡെക്കോ പേജ് ടിഷ്യൂ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു വേറൊരു പീസും കൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പ്രത്യേക ഒരു ഡിസൈൻ തന്നെയാണ്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതിന് ഫിയോണി അബണ്ടൻസ് എന്നാണ് പേര് കേട്ടോ. ഈ ഫിയോണി ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഫ്ലവേഴ്സ് നമ്മൾ വാട്ടർ കളർ വെച്ച് ചെയ്ത പോലെയുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിനൊക്കെ റേറ്റ് 40 റുപ്പീസാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് 80% ഡിസ്കൗണ്ട് എനിക്ക് 10 റുപ്പീസിനാണ് കിട്ടിയത്. അപ്പോൾ ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. ഞാൻ പക്ഷേ ഈ 2 ഡിസൈൻ മാത്രം സെലക്ട് ചെയ്തിട്ടേ ഉള്ളായിരുന്നു. അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ബലൂൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് 8 പീസ് ബലൂണാണ്. അത്യാവശ്യം വലിയ സൈസിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് 8 എണ്ണത്തിനും കൂടെ റേറ്റ് വന്നിട്ടുള്ളത് 10 റുപ്പീസായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ല ഓഫറാണല്ലോ, അപ്പോൾ അങ്ങനെ ഒന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. പിന്നെ ഒരുപാട് ഡിസൈനിലും ഒരുപാട് സൈസിലും പിന്നെ വലിയ പാക്കറ്റ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ച് സ്റ്റിക്കേഴ്സാണ് കേട്ടോ. അപ്പോൾ സെൽഫ് അഡ്രസീവ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ ലിറ്റിൽ ബേർഡിയുടെ ഹാൻഡ് മെയ്ഡ് എംബ്ലിഷ്മെൻറ്റ്സ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് വിൻറ്റേജ് വിൻഡോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് ഡിസൈനാണ്. 5 പീസസ് ആണുള്ളത്. അപ്പോൾ 4 വിൻഡോൻ്റെ ഡിസൈനും പിന്നെ ഒരു നെയിം ബോർഡിൻ്റെ ഒരു ഡിസൈനുമാണ്. അപ്പോൾ നമുക്ക് അതിൽ തന്നെ ഒരു 2 സൈഡ് ടാപ്പ് ഒക്കെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് അതിങ്ങനെ പീൽ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ സ്ക്രാപ്പ് ബുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ ആ ഒരു ഡിസൈന് നല്ല പെർഫെക്ഷനും ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഗ്ലിറ്ററൊക്കെ ഉണ്ട്. പിന്നെ കുഞ്ഞു കുഞ്ഞു സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ അങ്ങനെ ആ ഒരു റേറ്റ് വന്നിട്ട് 99 റുപ്പീസാണ്. പക്ഷേ നമുക്ക് 80% ഡിസ്കൗണ്ടിൽ ഇപ്പോൾ 20 റുപ്പീസിന് കിട്ടാനുണ്ട്. അപ്പോൾ 20 റുപ്പീസിനാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് സ്റ്റിക്കേഴ്സ് തന്നെയാണ്. അപ്പോൾ ലിറ്റിൽ ബേർഡിയുടെ ഹാൻഡ് മെയ്ഡ് സ്റ്റിക്കേഴ്സാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക പാറ്റേണിലുള്ളതാണ്. അപ്പോൾ ഈ ബ്രൗൺ വിൻറ്റേജ് ക്ലോക്സ് എന്നുള്ള ഒരു ടൈപ്പ് ഡിസൈനാണ് കേട്ടോ. 4 പീസസ് ഉണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ടൈപ്പ് 4 ക്ലോക്കിൻ്റെതൊക്കെയാണ്. അപ്പോൾ ഇത് കാർഡ്ബോർഡ് പിന്നെ അതുപോലെ ജൂട്ട്, നമ്മളെ ജൂട്ട് ത്രെഡ് ഉണ്ടാവില്ല, അപ്പോൾ അത് 3 യൂസ് ചെയ്തിട്ടുള്ളതാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഒരു വെറൈറ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് ഇതുപോലെ തന്നെ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഇങ്ങനെ പീൽ ചെയ്തിട്ട് ഗിഫ്റ്റൊക്കെ ചെയ്യുന്ന ഓരോ ഫോട്ടോ ഫ്രെയിം അങ്ങനെയൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു തീമിലൊക്കെ നമുക്ക് ഒട്ടിക്കാനൊക്കെ പറ്റുന്നതാണ്. അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ച് ഡിസൈൻ ആയിട്ടുള്ള കാർഡ് സ്റ്റോക്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത് സ്റ്റിക്കറാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ഒക്കെയാണ്. ഈ കാക്ടസിൻ്റെ ഡിസൈൻ, അതുപോലെ ഫ്ലെമിങ്ങോ, പിന്നെ മഫിൻസ്, ക്ലോക്ക്, പിന്നെ ബട്ടർഫ്ലൈസ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം സ്റ്റിക്കറാണെന്ന് വിചാരിച്ച് ഓർഡർ ചെയ്തു. പക്ഷേ സ്റ്റിക്കർ അല്ല കേട്ടോ, ഇത് കംപ്ലീറ്റ് ആയിട്ടും ഡിസൈൻ ആയിട്ടുള്ള കാർഡ് മാത്രമാണ്. നമുക്ക് കട്ട് ചെയ്തിട്ടൊക്കെ
ഗമ്മൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിക്കാൻ പറ്റും. അപ്പോൾ എനിക്കിത് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമായിട്ടില്ല. ഡിസൈനും ചില പീസസൊന്നും അത്രയ്ക്കൊരു ഭംഗിയില്ല കേട്ടോ, ചില ഡിസൈൻസൊക്കെ. അപ്പോൾ എന്നാലും ഇത് 10 റുപ്പീസിനാകെ 10 പീസസിനാകെ 10 റുപ്പീസ് വരുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നല്ല ലാഭമാണ്. അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് സ്റ്റിക്കേഴ്സ് തന്നെയാണ് കേട്ടോ. ഇത് ബേബി ബോയുടെ സ്റ്റിക്കേഴ്സാണ്. ആ ഒരു ബ്ലൂ തീമിലൊക്കെ ആയിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സാണ്. 14 പീസസ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാം നല്ല ഡബിൾ സൈഡ് ടേപ്പൊക്കെ ആയിട്ടുള്ള നല്ല സ്റ്റിക്കേഴ്സ് തന്നെയാണ്. അപ്പോൾ ഇതിൽ പിങ്ക് കളറും ഉണ്ടായിരുന്നു കേട്ടോ, ആ ഒരു ബേബി ഗേളിൻ്റെ. പക്ഷേ ഞാനത് ഓർഡർ ചെയ്തപ്പോഴത്തേക്ക് അത് സ്റ്റോക്ക് ഔട്ട് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആ ഒരു 14 പീസിൻ്റെ അതിനും 125 ആണ് റേറ്റ്. പക്ഷേ നമുക്ക് ഓഫർ കഴിഞ്ഞിട്ട് 20 റുപ്പീസിനാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഈ ഫെയറി ടെയിൽ ഉണ്ടല്ലോ, ഫെയറി ടെയിലിൻ്റെ സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ ഇത് അതുപോലെ 8 പീസസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിലും കുറച്ച് ആ ഒരു ഡിസൈൻസൊക്കെ ഉണ്ട്. പിന്നെ ഗ്ലിറ്ററിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ട്, ഗ്ലിറ്ററൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളത് തന്നെ കേട്ടോ. അപ്പോൾ അതിന് 99 റുപ്പീസാണ് റേറ്റ്. പക്ഷേ നമുക്ക് ഓഫർ കഴിഞ്ഞിട്ട് 20 റുപ്പീസിനാണ് കിട്ടുന്നത്. പിന്നെ അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് മെറ്റാലിക് കെനിൽ സ്റ്റിക്സ് ആണ് കേട്ടോ. അപ്പോൾ സിൽവർ കളറിലുള്ള, അപ്പോൾ നമ്മൾ ഈ ക്രിസ്മസ് ക്രാഫ്റ്റിനൊക്കെ നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കിങ്ങനെ ഫ്ലെക്സിബിളായിട്ട് നമുക്ക് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ അതിന് 12 ഇഞ്ചസിൻ്റെ 12 പീസസിൻ്റെ ആ ഒരു പാക്കറ്റിന് റേറ്റ് വന്നിട്ട് 50 രൂപയാണ്. പക്ഷേ നമുക്ക് ഈ ഒരു 80% ഡിസ്കൗണ്ടിൽ 10 റുപ്പീസാണ് ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് മോണ്ട് മാർട്ടയുടെ ബ്രഷിൻ്റെ സെറ്റാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള പീസ് തന്നെയാണ്. 4 ബ്രഷ് ഉണ്ടായിരുന്നു, നല്ല ക്വാളിറ്റി ഉള്ള. അതിൻ്റെ ഒരു ബ്രിസിൽസൊക്കെ ഭയങ്കര സോഫ്റ്റാണ്. പിന്നെ അതുപോലെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരു ഫാൻ ബ്രഷ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു സാധാ ഫ്ലാറ്റ് ബ്രഷ് ഉണ്ട്, പിന്നെ ഒരു പോയിൻറ്റഡ് ബ്രഷും ഒരു റൗണ്ട് ബ്രഷും ആണുള്ളത്. അപ്പോൾ ഇതിന് 225 അങ്ങനെയാണ് അതിൻ്റെ ഒരു MRP കാണിക്കുന്നത്. പക്ഷേ എനിക്ക് ആ ഒരു 80% ഡിസ്കൗണ്ട് 70 റുപ്പീസിനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ 2 ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട്, പക്ഷേ സ്റ്റോക്ക് ഔട്ട് ആയിട്ട് പോയി. നമുക്ക് ഒരു ഫാൻ ബ്രഷ് വാങ്ങിക്കാൻ തന്നെ അത്യാവശ്യം നല്ല റേറ്റ് ആകും. അപ്പോൾ ആ ഒരു സ്ഥാനത്ത് നമുക്ക് ഈ ഒരു 70 റുപ്പീസിന് നമുക്ക് ഇത്രയും 4 ബ്രഷ്, നല്ല ക്വാളിറ്റി ഉള്ള ബ്രഷ് കിട്ടാന്ന് പറയുമ്പോൾ നല്ല ലാഭമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കയറി പർച്ചേസ് ചെയ്താൽ മതി, ഈസി ആയിട്ട് തന്നെ വാങ്ങിക്കാൻ പറ്റും. അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ക്വില്ലിംഗ് പേപ്പേഴ്സ് ആണ്. അപ്പോൾ ഈ ക്വില്ലിംഗ് പേപ്പേഴ്സ് നല്ല എക്സ്ട്രാ ലോങ് ആയിട്ടുള്ള ക്വില്ലിംഗ് പേപ്പേഴ്സ് ആണ്. 21 ഇഞ്ച് ഇൻറ്റു 10 മില്ലിമീറ്റർ ആണ് അതിൻ്റെ സൈസ്. പിന്നെ അതിന് 49 റുപ്പീസാണ് റേറ്റ്. അപ്പോൾ 50 സ്ട്രിപ്സ് ഉണ്ട്. അപ്പോൾ അതിന് 49 റുപ്പീസാണ് റേറ്റ്. പക്ഷേ നമുക്ക് ഓഫർ കഴിഞ്ഞിട്ട് 10 റുപ്പീസിനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ലാഭമാണ് കേട്ടോ. നല്ല വീതിയുള്ളതും ഒക്കെ ആയിട്ട് നല്ല ലാഭമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 6 കളർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മെറൈൻ ബ്ലൂ, പിന്നെ അതുപോലെ ടർക്കിഷ് ഗ്രീന്, പിന്നെ പവർ ബ്ലൂ, ലൈറ്റ് പിങ്ക്, ലൈറ്റ് ഗ്രീന്, പിന്നെ വയലറ്റ് കളർ. അപ്പോൾ അങ്ങനെ ഒരു 6 കളറാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് കളേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത്രയും വാങ്ങിച്ചിട്ടേ ഉള്ളായിരുന്നു. അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ജൂട്ടിൻ്റെ ഒരു ഷീറ്റാണ്. അപ്പോൾ ഓറഞ്ച് കളറാണ്, നല്ല ഡാർക്ക് കളറാണ്. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. A4 സൈസിൽ ആ ഒരു സൈസിലാണ് ഉള്ളത്. അപ്പോൾ ഒരുപാട് കളേഴ്സിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ഓറഞ്ച് കളർ മാത്രമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് 29 റുപ്പീസാണ് റേറ്റ്. പക്ഷേ നമുക്ക് ഈ ഒരു 80% ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് 7 റുപ്പീസിനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നല്ല ക്രാഫ്റ്റൊക്കെ ചെയ്യാനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ളത് തന്നെയാണ്. പിന്നെ അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ ഇത് ഫസ്റ്റ് ടൈമാണ് ഈ ഒരു പ്രോഡക്റ്റ് കാണുന്നത് തന്നെ. അപ്പോൾ ജസ്റ്റ് കണ്ട സമയത്തൊന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് സെറാമിക് ബേസ് ആണ്, സർക്കിൾ ഷേപ്പിലുള്ള സെറാമിക് ബേസ് ആണ്. നമ്മൾ ഈ ഡിന്നർ സെറ്റൊക്കെ ഉണ്ടാവില്ലേ, സെറാമിക്കിൻ്റെ മുമ്പേക്കുള്ള ചൈന ക്ലേയുടെ ആ ഒരു ടൈപ്പ് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മേലെ ഭാഗത്ത് ഭയങ്കര ഗ്ലൈസിങ് ആയിട്ടുള്ളതാണ് കേട്ടോ. സെറാമിക് പ്ലേറ്റിൻ്റെ ഒക്കെ ഒരു ഡിസൈൻ അതുപോലെ പിന്നെ ഭയങ്കര ഗ്ലൈസിങ് ആയിട്ടുള്ളതാണ്. താഴെ ഭാഗത്ത് അതുപോലെ ആ ഒരു സെറാമിക്കിൻ്റെ ആ ഒരു പ്ലേറ്റിൻ്റെ താഴെ കാണില്ല, ആ ഒരു ടൈപ്പ് ഇതാണ്. അപ്പോൾ ഇത് പല സൈസിലുണ്ടായിരുന്നു കേട്ടോ. റൗണ്ട് ഷേപ്പ് ഒരുപാട് സൈസിലുണ്ട്. അത്യാവശ്യം റേറ്റ് ഉണ്ട്. 149 ആയിരുന്നു റേറ്റ്. പക്ഷേ നമുക്ക് ഓഫർ കഴിഞ്ഞിട്ട് 60 റുപ്പീസിനാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ പക്ഷേ അതുകൊണ്ട് എന്ത് ക്രാഫ്റ്റ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ഒന്ന് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള ആ ഒരു പ്രോഡക്റ്റ് ഒന്ന് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ടൊക്കെ എന്തെങ്കിലും ക്രാഫ്റ്റൊക്കെ ചെയ്യാം. ഈ ഒരു സെറാമിക് ബേസ് നേരത്തെ യൂസ് ചെയ്തിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ക്രാഫ്റ്റാണ് ചെയ്യുക അതൊക്കെ ഒന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അടുത്തായിട്ട് ഞാനൊരു ഫ്ലവറിൻ്റെ ഒരു ബഞ്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആർട്ടിഫിഷ്യൽ ടൈപ്പ് ഫ്ലവർ ബഞ്ചാണ്. പിങ്ക് കളറ്, ഒരു ലൈറ്റ് പിങ്കും വൈറ്റൊക്കെ ആയിട്ടുള്ളൊരു ടൈപ്പാണ്. അപ്പോൾ ഇതിന് റേറ്റ് 249 ആയിട്ടോ റേറ്റ്. പക്ഷേ നമുക്ക് ഓഫർ കഴിഞ്ഞിട്ട് 70 റുപ്പീസിനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ ടേബിളിലൊക്കെ വെക്കാനും അപ്പോൾ അങ്ങനെ ചുമ്മാ ഒന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഒരുപാട് നല്ല നല്ല ഡിസൈനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനത് നോക്കിയപ്പോഴേക്കും അതൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്തായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് തെർമോക്കോളിൻ്റെ ബോളാണ്.
അപ്പോൾ നമ്മൾ ഈ ക്രിസ്മസ് കാർട്ടൊക്കെ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിന് റേറ്റ് 40 റുപ്പീസാണ്. അപ്പോൾ നമുക്ക് ഓഫർ കഴിഞ്ഞിട്ട് 20 റുപ്പീസിനാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് ചെറിയ സൈസിനും വലുതിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വാങ്ങി നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ക്രാഫ്റ്റിനുള്ള ഒരു പ്രോഡക്റ്റ്സ് അല്ല, മെഷറിംഗ് കപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് നല്ല ലാഭമുള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് 10 പീസസിൻ്റെ സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയും 5 പീസസ് ആയിട്ടുള്ള കപ്പുണ്ട്, പിന്നെ അതുപോലെ 5 പീസസ് സ്പൂണിൻ്റെ സെറ്റും ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഇതുണ്ട്. പക്ഷേ 4 പീസസിൻ്റെ കപ്പിൻ്റെ സെറ്റും അങ്ങനെ 4 പീസസിൻ്റെ സ്പൂണിൻ്റെ സെറ്റും ആണുള്ളത്. അപ്പോൾ ഇതിന് റേറ്റ് 349 ആണ് കേട്ടോ റേറ്റ്. പക്ഷേ നമുക്ക് ഓഫർ കഴിഞ്ഞിട്ട് 70 റുപ്പീസിനാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്, പിന്നെ നല്ല ബ്ലാക്ക് കളറൊക്കെ ആയതുകൊണ്ട് നല്ലൊരു ഭംഗിയുണ്ടല്ലോ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് അങ്ങനെ ഒന്ന് ഓർഡർ ചെയ്താണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ക്രാഫ്റ്റ് മെറ്റീരിയൽസ്. പിന്നെ ഞാൻ കുറച്ച് പ്രോഡക്ട്സും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ട് പോയി. പിന്നീട് അത് വരുന്ന സമയത്ത് അത് പിന്നീട് അവർ സെൻഡ് ചെയ്തു. അപ്പോൾ ഇപ്പോഴും ഈ ഒരു 80% ഡിസ്കൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുക. കാരണം നല്ല ലാഭത്തിന് നമുക്ക് ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിച്ചു വെക്കാമല്ലോ. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് വഴി വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. അല്ലാതെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു റെഫറൽ കോഡായിട്ടുള്ള പാംക്രാഫ്റ്റ് എന്നും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഗെയിൻ ഒരു 5% ഡിസ്കൗണ്ടും കൂടെ കിട്ടും. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി പർച്ചേസ് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് മെറ്റീരിയൽസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് ഉടൻ തന്നെ ഓരോ ക്രാഫ്റ്റൊക്കെ ചെയ്യാം. അപ്പം അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.